മാനവയാത്രയായിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഞ്ചാരവും യാത്രയും തമ്മിൽ വ്യത്യാസമുണ്ട്. യാത്ര എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി ദുബായിലെത്തിയ യാത്ര കഴിഞ്ഞു. പക്ഷെ സഞ്ചാരം അതല്ല. സഞ്ചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ മുഴുവൻ തന്നെ സത്യവും ധർമ്മവും ഒക്കെ അന്വേഷിച്ചുകൊണ്ടുള്ളൊരു യാത്രയായിരിക്കും. സമാദരണയായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരാളുടെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ ധാരാളം സഞ്ചരിക്കണമെന്ന് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ചെറിയ സഞ്ചാരം കൊണ്ടൊന്നും മതിയാവാത്ത വിധത്തിൽ നമ്മുടെ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കേരളം. നമ്മുടെ പത്രങ്ങൾ അല്ലെങ്കിൽ മീഡിയ നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഞാൻ ചിന്തിക്കുക, ഇന്നലെ അവിടെ കാസർഗോഡ് നല്ലൊരു പരിപാടി നടത്തി. എൻ്റെ സഹപ്രവർത്തകരൊക്കെ പറഞ്ഞു മനോഹരമായ പരിപാടിയാണ്. ഞാനിന്ന് രാവിലെ ഒരു 4-5 പത്രം നോക്കിയപ്പോൾ എവിടെയും കണ്ടില്ല. കാലം മാറിയിരിക്കുക. അതേ സമയത്ത് ഏതെങ്കിലും ഒരുവൻ ഫിത്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് അതിനെക്കുറിച്ച് സ്റ്റേജ് സ്റ്റോറി, അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ ഇതൊക്കെ കുറിച്ച്. നമ്മുടെ സുപ്രീം കോടതി അടുത്ത കാലത്ത് നല്ല ഒരു വിധി പറഞ്ഞു. നിങ്ങൾ ആരും തന്നെ ബുൾഡോസർ എടുത്ത് മർദ്ദിത ജനവിഭാഗത്തെ, അവശ വിഭാഗത്തെ, ന്യൂനപക്ഷങ്ങളെ, മുസ്ലിങ്ങളുടെ ഭവനങ്ങൾ തകർക്കാൻ പാടില്ല. പിറ്റേന്ന് വളരെ ആകാംക്ഷയോടുകൂടി, ഞാനൊരു നിയമ വിദ്യാർത്ഥി കൂടി ആയതുകൊണ്ടും ഈ വിഷയത്തിൽ ഇതിനു മുമ്പ് എഴുതിയത് കൊണ്ട് നോക്കിയപ്പോൾ എല്ലാവരും ഒരു മെയിൻ സ്റ്റോറി അല്ലാതെ ഒരു സൈഡ് സ്റ്റോറി ഏതിനും കണ്ടില്ല. അവസാനം ഞാൻ അതേ സമയത്ത് അന്ന് കണ്ണൂരിലെ ഒരു രാഷ്ട്രീയ നേതാവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിന്റെ ആത്മകഥയുടെ ഒരു വിവാദമുണ്ടായിരുന്നു. ഒരു പേജ് മുഴുവനും തന്നെ അങ്ങനെ കഥ എഴുതിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ഫത്വ എന്താണെന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. ഇതാണ് പത്രപ്രവർത്തനം. ഞാനിതിന് 10-30 കൊല്ലം ഈ കൈലൂട്ടി കളിച്ചിരുന്നു. പക്ഷെ ഒന്നും ഇപ്പൊ പരിപാടി ഉണ്ടായിരുന്നില്ല. അടുത്ത കാലത്ത് വന്നിരിക്കുകയാണ്. അതായത് സമൂഹത്തിന് നന്മയുടെ, ധർമ്മത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ അവസാനത്തെ കണികയും തന്നെ ഇവിടെ തുളച്ചു മാറ്റണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് വഖഫ് എന്ന് ഇവിടുത്തെ സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന ഒരു നല്ലൊരു വാർത്താശകലം എവിടെയും കണ്ടില്ല. ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ മാത്രമാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. എന്താണ് വഖഫ്, ആരാണ് വാക്കിഫ്, എന്താണ് അതിൻ്റെ മറ്റ് വിവരങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസിൽ മാത്രമാണ് വായിക്കാൻ കഴിയുന്നത്. എല്ലാ ദിവസവും അതിന് വിശദീകരിച്ച് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ മലയാള പത്രത്തിൽ, സമുദായം നടത്തുന്ന പത്രത്തിൽ പോലും അതില്ല എന്നുള്ളത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുക. പലരോടും ആലോചിച്ചു, വഖഫ് എന്നതിനൊരു മലയാള ഭാഷ, മലയാളത്തിൽ എന്തു പറയുന്നു? ചാരിറ്റിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല വാക്ക് കിട്ടണ്ടേ? കാരണം ഈ വാക്ക് അറിയാത്തത് കൊണ്ടാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഒരു മഹാ കലാകാരൻ കിരാതം, ഒന്ന് ചിന്തിച്ചു നോക്കിയ കിരാതത്തിന്റെ അർത്ഥം എന്താ? പൈശാചികമായ, രാക്ഷസീയമായ, ബീഭത്സത മുറ്റി നിൽക്കുന്ന ഒരു പ്രയോഗ കിരാതം. ആ കിരാതത്തിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ദൈവത്തിന്റെ മാർഗത്തിൽ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു ദാനത്തെ കുറിച്ചാണ് പറയുന്നത് കിരാതം എന്ന്. അത്രമാത്രം ജാഹിലിയത്ത് നമ്മുടെ ഇടയിൽ പടർന്നു പിടിച്ചിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. ആ ജാഹിലിയത്തിന്റെ പ്രതിഫലനമാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാഷ്ട്രീയത്തിൽ, നമ്മുടെ ഭരണത്തിലൊക്കെ തന്നെ പ്രതിഫലിച്ചു കാണുന്ന സംഭവം. അതുകൊണ്ട് തന്നെ വെറും നമ്മുടെ പ്രാസ്ഥാനികമായ ഘടനക്കപ്പുറം ദൈക്ഷണികമായി, ബുദ്ധിപരമായി തന്നെ കുറെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഭാഷാപരമായി കുറെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്ന സംഭവം യാതൊരു സംശയവുമില്ല. ഇന്ത്യ മഹാരാജ്യം ആരെന്ത് പറഞ്ഞാലും മഹത്തായ ഒരു രാജ്യമാണ്. 150 കോടി ജനങ്ങൾ ഒരു 2 വർഷം കൊണ്ട് ഇവിടെ ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. ഹജ്ജ് വേളയിൽ 2011 തോന്നുന്നു, ഞങ്ങള് 100-300 രാജ്യങ്ങളിൽ നിന്നുള്ള പത്രപ്രവർത്തകർ ഒരുമിച്ച് കൂടിയ സമയത്ത് എല്ലാ വർഷവും എന്ന പോലെ മജ്‌ലിസായി ഇരുന്നും കൊണ്ട് സ്വയം പരിചയപ്പെടുകയും ആ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്ത സമയത്ത് എൻ്റെ ഊഴം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അനമിൽ ഹിന്ദ്, ഐ ആം ഫ്രം ഇന്ത്യ, ഞാൻ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞ സമയത്ത് അങ്ങ് അകലേക്ക് കിടക്കുന്ന വന്യവയോധികനായ ഒരു മനുഷ്യൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, മിസ്റ്റർ കാസിം, യു ആർ ദ ലക്കിയസ്റ്റ് സിറ്റിസൺ ഓൺ എർത്ത്, ഭൂമുഖത്തെ ഏറ്റവും ഭാഗ്യവാനായ പൗരനാണ് താങ്കൾ. അവസാനം ഒരു വിക്ടറി സ്റ്റാൻഡിന്റെ അടുത്ത് ഒരു വിജയുടെ കൈ ഉയർത്തിപ്പിടിക്കുന്നത് പോലെ എന്റെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, യു നോ ഈസ് കമ്മിങ് ഫ്രം ദ ലാൻഡ് ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ നാട്ടിൽ നിന്നാണ് ഈ ചെറുപ്പക്കാരൻ വരുന്നത്. പിന്നീട് ചോദിക്കുന്ന, ആരാണ് ഗാന്ധി എന്ന് നിങ്ങൾക്ക് അറിയുമോ? ഇങ്ങനെ മജ്ജയും മാംസവും ഉള്ള ഒരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന്
എന്ന് വരും തലമുറയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കാൻ പോലും സാധ്യതയില്ല എന്ന് അദ്ദേഹം അവിടെ മൊറോക്കോയിലെ ഒരു വിസിറ്റിംഗ് പ്രൊഫസർ, അമേരിക്കൻ ഫ്രഞ്ച് യൂണിവേഴ്സിറ്റികളിലെ, അതും കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് റിലീജിയനാണ് തോന്നുന്നു, അദ്ദേഹം പറയുകയാണ്. ആ ഗാന്ധിജിയുടെ നാട് എവിടെ എത്തി നിൽക്കുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഗാന്ധിയുടെ പേര് പറയുന്നത് പോലും ഇന്ന് എന്താണ് പറഞ്ഞത്, ഒരു അപരിഷ്കൃത രൂപമായിട്ട് മാറിയിരിക്കുക. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് എത്ര മറന്നാലും ശരി, നമ്മുടെ രാജ്യത്തിന്റെ ജീവനും ആത്മാവൊക്കെ തന്നെ ഗാന്ധിജിയാ. എത്രയോ പണ്ഡിതന്മാര് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നതും അവരുടെ ജീവൻ കൊടുത്തതും ഗാന്ധിജിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട്. ഹസരത്ത് മൊഹാനി എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ, ഹിന്ദു മുസ്ലിം മൈത്രിയെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം പറയേണ്ട ഒരു പേരാണ് അദ്ദേഹം. അദ്ദേഹം കോൺഗ്രസിൽ ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗിൽ ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം ഒരു വലിയ പണ്ഡിതനായിരുന്നു, ഒരു സൂഫി വര്യനായിരുന്നു. അദ്ദേഹം മക്കത്ത് ഉംറക്കോ ഹജ്ജിനോ പോയി തിരിച്ചു വന്നാൽ നേരെ പോകുന്നത് അവിടെ കാശിയിലെ ക്ഷേത്രത്തിലാണ്. അവിടുത്തെ പൂജാരിക്ക് സംസം വെള്ളം കാരക്കയും കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും ഘട്ടത്തിൽ വൈകിപ്പോയാൽ അവർ അവിടത്തേക്ക് വരുമായിരുന്നു. സംഭവം ഗാന്ധിജി ഒരിക്കലും മതേതരത്വമെന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല, ഹിന്ദു മുസ്ലിം മൈത്രി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിന് പിന്നീട് നമ്മളൊരു വ്യാഖ്യാനം കൊടുത്തു, ഗംഗ യമുന തഹസീബ്, ഗംഗയുടെയും യമുനയുടെയും സംസ്കാരം. ആ സംസ്കാരം കുറെ വളർന്നു വന്നിട്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇപ്പോൾ നല്ല നിലയിൽ ജീവിക്കുന്നത്. അൽഹംദുലില്ലാ, കേരളത്തിന്റെ അവസ്ഥ ഇന്ത്യയിലെ മറ്റ് പഠനങ്ങളെ പക്ഷെ വളരെ മുൻപന്തിയിലാണ്. യാതൊരു സംശയവും നമ്മൾ എല്ലാ നേരവും തന്നെ അല്ലാഹുവിനെ സ്തുതിക്കേണ്ടതിന്റെ സംഭവം. അല്പം പോയി കഴിഞ്ഞാൽ അപകടം പിടിച്ച അവസ്ഥയാണ്. ബഹുമാനപ്പെട്ട ഹക്കീം അസ്സരി സാഹിബൊക്കെ തന്നെ നിരവധി തവണ വടക്കേ ഇന്ത്യയിലൊക്കെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഇത് ഈ SYSന്റെ ഈ സന്ദേശം ഒരു കേരളത്തിൽ മാത്രം ഒതുങ്ങാൻ പോരാ, ഇന്ത്യ മുഴുവനും തന്നെ പരത്തേണ്ടതുണ്ട്. ഉസ്താദിനെ പോലെയുള്ള വലിയ പണ്ഡിതന്മാരും അതുപോലെ തന്നെ യുവജന നിരയും നമുക്ക് കയ്യിലുള്ള സമയത്ത് അത് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളൊരു ദേശീയ പ്രസ്ഥാനമായി നമ്മൾ വളരേണ്ടതുണ്ട്, യാതൊരു സംശയവുമില്ല. കൂരിരുട്ടാണ് ഇവിടെയും, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, വഖഫ് സ്വത്ത് പോലും ഏൽപ്പിക്കപ്പെട്ടവര് വഞ്ചന കാട്ടിയിരിക്കുക. 404.76 ഏക്കർ സ്ഥലം ഒരു മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി ഒരു നല്ല മനുഷ്യൻ വഖഫ് ചെയ്യുകയാണ്. അത് നോക്കി നടത്തി കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അത് മുഴുവനും തന്നെ ചുളിവിലി വിറ്റ് കാശാക്കിയിരിക്കുകയാണ് നമ്മുടെ സമുദായ നേതാക്കന്മാര്, നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാര്. അവസാനം അത് വഖഫ് സ്വത്തല്ല എന്ന് പറയുന്ന ഒരവസ്ഥ. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, രാഷ്ട്രീയം കയറി വരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അസ്തിത്വം, നമ്മുടെ സംസ്കാരം, നമുക്ക് ശോഭനമായ ഒരു തത്വസംഹിത, അതിന്റെ മേൽ കെട്ടിപ്പടുത്ത ജീവിതം, ഇതൊക്കെ തന്നെ അതിൻ്റെതായ നിലയിലേക്ക് മുന്നോട്ട് പോവുകയും മാനവരാശിക്ക് വേണ്ടി, ഇൻസാനിയത്തിന് വേണ്ടി നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യണമെങ്കിൽ നമ്മൾ ഇസ്ലാമിന്റെ ശോഭനമായ തത്വങ്ങളും പ്രയോഗങ്ങളും നമ്മൾ മുന്നോട്ടേക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും നല്ല ഒരു പരിപാടിയാണിത്. ഏതായാലും ഇത്തരം ഒരു ആശയം SYS മുന്നോട്ട് വെച്ചതിൽ അതിന്റെ സാരഥികളെ വ്യക്തിപരമായും സംഘടനാപരമായും അഭിനന്ദിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റ് സമസ്തയുടെ മറ്റ് ഘടകങ്ങൾക്കും തന്നെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കൂരിരുട്ടിൽ കുറെ മൺചിരാതുകളെങ്കിലും കത്തിച്ചു വെക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാ അഭിവാദനങ്ങളും അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.